JSK സിനിമ വിവാദത്തിൽ CBFC റിവ്യൂ കമ്മിറ്റി നാളെ സിനിമ കാണും. സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും റിവ്യൂ കമ്മിറ്റിക്കൊപ്പം സിനിമ കാണാൻ എത്തുകയാണ്. തുടർ നീക്കങ്ങൾ കോടതി വിധിക്ക് അനുസരിച്ച് തീരുമാനിക്കും എന്ന കാര്യം കൂടിയുണ്ട്. കൊച്ചിയിൽ നിന്ന് സൈഫുനിസ അലിയാർ നമുക്കൊപ്പം ചേരുകയാണ്. സൈഫുനിസ, കേരളത്തിലുള്ള ആദ്യം തന്നെ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയതിന് ശേഷമാണ് പിന്നീട് ജാനകി എന്ന പേര് മാറ്റണം എന്നുള്ള ചെയർമാൻ്റെ ആവശ്യം വരുന്നത്. സീതാദേവിയെ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തുന്നത് പ്രശ്നമാകും എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പ്രശ്നമുണ്ടായിരുന്നതല്ലോ. അപ്പോൾ റിവ്യൂ കമ്മിറ്റി നാളെ എപ്പോൾ സിനിമ കാണും? നിർമ്മാതാവും സംവിധായകനും പോയി കാണുമെന്ന് പറയുമ്പോൾ മുംബൈയിലേക്ക് പോവുകയാണോ അവർ? ബിനിൽ, നിർമ്മാതാവും സംവിധായകനും റിവ്യൂ കമ്മിറ്റിക്കൊപ്പം സിനിമ കാണാനായി ഇന്ന് തന്നെ മുംബൈയിലേക്ക് പോകും. JSK സിനിമ വിവാദം ഏകദേശം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് അതിനെ സംബന്ധിച്ചോളം ഏറെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയാണ്. 8ാമത്തെ കേസായാണ് പരിഗണിക്കുക. 10:30 കേസ് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും സംവിധായകൻ പ്രവീൺ നാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കോടതിയിലേക്ക് പോകുന്നുണ്ടോ? അതെ, കോടതിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. രാവിലെ 9:30 ആകുമ്പോൾ കോടതിയിലെത്തണം. എങ്ങനെയാണ് കോടതിയിൽ നിന്നൊരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂല തീരുമാനം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് സെൻസർ ബോർഡ് ഈ സർട്ടിഫിക്കറ്റ് പിടിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് കോടതിയോട് ആവശ്യപ്പെടാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഒന്നെങ്കിൽ നമുക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഷോക്ക് കോസ് നോട്ടീസ്. എന്തുകൊണ്ട് സെൻസർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നില്ല എന്നുള്ള കാരണം അത് കാണിക്കാനുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്യുക. അതിനുള്ള പ്ലേയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് അനുകൂലമായിട്ട് വിധി സ്വാഭാവികമായിട്ടുള്ള അനുകൂലമായിട്ട് വിധി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നോർമൽ കേസിൽ എനിക്ക് തോന്നുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടാവും CBFCയുടെ. അവർ പറയാൻ സാധ്യത അവരിപ്പോഴല്ലേ കേസ് വന്നിട്ടുള്ളൂ. അപ്പോൾ അതിന് സമയം അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നാളെയാണ് റിവ്യൂ. നാളെ റിവ്യൂസ് കമ്മിറ്റിയുടെ റിവ്യൂ ആണ് മുംബൈയിൽ. അപ്പോൾ മിക്കവാറും ഇന്ന് വൈകിട്ട് മുംബൈക്ക് പോകാനാണ് പ്ലാന്. ഇപ്പോൾ സിനിമ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഇപ്പോൾ തന്നെ റിലീസ് ഇപ്പം മറ്റന്നാൾ നടക്കില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ വീണ്ടും സെൻസർ ബോർഡ് കോടതിയിൽ ഒരു സാവകാശം ചോദിക്കുകയാണെങ്കിൽ ഇത് എത്ര നാൾ നീണ്ടു പോകുമെന്നാണ് പ്രവീണിന് തോന്നുന്നത്? തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ആശങ്കയുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ അതിഭീകരമാണ്. ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല, എൻ്റെ അമ്മ പോലും വിശ്വസിക്കുന്നില്ല. ഇത് എല്ലാവരും പറയുന്ന പബ്ലിസിറ്റി സ്റ്റാൻഡിന് വേണ്ടിയിട്ടാണ് ഇത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കുന്നത്. കാരണം ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സർട്ടിഫിക്കറ്റ് കിട്ടും. അങ്ങനെയാണോ ഇത് വേണ്ടത്? അങ്ങനെയാണോ ഈ ലോകം കരുതുന്നത്? ശരി, ഞാൻ സുരേഷ് ഗോപി വെച്ച് സിനിമ ചെയ്തു. അദ്ദേഹം കേന്ദ്രമന്ത്രി ആവുന്നതിന് മുമ്പാണ് അദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്തത്. ഇപ്പം സുരേഷ് ഗോപി ഇല്ലാത്തൊരു സിനിമയ്ക്ക് ഈ പ്രശ്നം ഉണ്ടായാൽ, ബി പത്മകുമാറിൻ്റെ സിനിമയ്ക്ക് പ്രശ്നം ഉണ്ടായി. അല്ലാണ്ട് എത്രയോ സിനിമകൾക്ക് പ്രശ്നമുണ്ട്. സാധാരണക്കാരെ സിനിമാ സംവിധായകർക്ക് സിനിമ ചെയ്യേണ്ടേ ഇവിടെ? എനിക്ക് അറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിനെ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി പദമായിട്ട് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു വിഷയമാക്കി മാറ്റാനായിട്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചർച്ച അതല്ല. ജാനകി സിനിമ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല? കഴിഞ്ഞ 6-7 വർഷമായിട്ട് അതിൻ്റെ പിന്നെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സിനിമ ഇറങ്ങാതിരിക്കുന്നത്? അതിനെപ്പറ്റി വേണ്ട ചർച്ച ചെയ്യാനുണ്ട്. വേണ്ട എല്ലായ്പ്പോഴും ഡൈവേർട്ട് ചെയ്ത് പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. നാളെ കഴിഞ്ഞ് ഇറങ്ങേണ്ട ഒരു സിനിമയാണത്. നാളെ കഴിഞ്ഞ് കേരളത്തിലും വേൾഡ് വൈഡ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 400 തിയേറ്ററുകളും കണ്ട് ചാർട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും തിയേറ്ററുകൾ ഇറങ്ങേണ്ട ഒരു സിനിമയാണ്. ഇതിൻ്റെ പബ്ലിസിറ്റി, ഹോർഡിങ്സുകൾ, എന്തുമാത്രം എഫേർട്ടാണ് ഇത് ഇവിടം വരെ എത്തിക്കുക എന്ന് പറയുന്നത്. ഇതിന് വീണ്ടും ഒന്നേം തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണോ? ഇപ്പോൾ സുരേഷ് ഗോപിയുമായിട്ട് ഇപ്പോൾ സിനിമ ഈ ആഴ്ച റിലീസ് ആവില്ല എന്നുള്ളത് സംസാരിച്ചല്ലോ. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? എന്ത് ചെയ്യാൻ ഇനി കഴിയും എന്നാണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നിയമ സംവിധാനങ്ങൾക്കടിയിലുള്ളൊരു കാര്യമാണ്. CBFC എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അവരെന്തുകൊണ്ടാണ് തടഞ്ഞു വെച്ചിരിക്കുന്നതിന് അവർക്ക് അതിൻ്റേതായ കാരണങ്ങളുണ്ടാവും. അതെന്താണ് നിങ്ങൾ നിയമവശത്തിൽ കൂടെ പോകുന്ന അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ച് അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് പ്രൊഡ്യൂസർമാർ കോടതിയെ സമീപിച്ചതെന്നാണ് എനിക്കറിയാൻ പറ്റുന്നത്. അങ്ങനെ തന്നെയാണത്. ഇപ്പോൾ പ്രവീണിന് തോന്നുന്നുണ്ടോ ഇപ്പോൾ ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രി അഭിനയിച്ച സിനിമയുടെ ഭാഗമായ പ്രവീണിന് പോലും ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ സാധാരണ സിനിമ ചെയ്യുന്നവർ എത്രത്തോളം ഒരു അരക്ഷിതാവസ്ഥയായിരിക്കും ഇവിടെ നേരിടുന്നതെന്ന്? ഇത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേ നമുക്കിതിൻ്റെ ഭീകരത മനസ്സിലാവുള്ളൂ. വളരെ സിൻസിയറായിട്ട് ഞാൻ പറയുവാണ്, ഞാനിന്ന് അനുഭവിക്കുന്നത്, ഞാനും പ്രൊഡ്യൂസേഴ്സും കടന്നു പോകുന്ന അവസ്ഥ അതിഭീകരമാണ്. കാരണം ഈ സിനിമ ഇവിടം വരെ എങ്ങനെ എത്തിയെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാൾ സുരേഷ് ഗോപിയാണ്. 1. 2, നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്ക്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ സെൻസർ ബോർഡ് എന്ന് പറയുന്നൊരു സംഭവത്തിൽ വെച്ച് ഇങ്ങനൊരു പ്രൊമോഷൻ സ്ട്രാറ്റജി ആരെങ്കിലും ചിന്തിക്കുമോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ആ സിനിമ ഇവിടെ ഇറങ്ങിയാൽ അത് ഭരണഘടനാപരമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു സിനിമയാണ്. ഒരു സ്ത്രീ എന്നുള്ള വിഷയത്തിൽ, അല്ലെങ്കിൽ സ്ത്രീയുടെ മൗലിക അവകാശങ്ങളെപ്പറ്റി ഉൾപ്പെടെ പല കാര്യങ്ങൾ സംസാരിക്കുന്ന അതിശക്തമായൊരു പ്രമേയം കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീപക്ഷ സിനിമയാണത്. അപ്പം എനിക്കറിഞ്ഞുകൂടെ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സീരിയസ്ലിയോ? CBFC സിനിമ കണ്ടിട്ടാണ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതെന്ന് തോന്നുന്നുണ്ടോ?
ഇതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, CBFC സിനിമ കണ്ടിട്ടാണ് തിരുവനന്തപുരത്ത് ചിലനും തിയേറ്ററിൽ വെച്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഞാൻ തിരിച്ചു പോരുന്നത്. അപ്പം അവിടെ വെച്ച് അവർ യാതൊരുവിധ കറക്ഷൻസോ കട്ടോ ഈ സിനിമയ്ക്ക് പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഇതിന് നോർമൽ പ്രൊസീജിയർ എനിക്കറിയാൻ സാധിച്ചത് തിരുവനന്തപുരത്തു നിന്ന് ഇത് മുംബൈക്ക് അയക്കും. മുംബൈയിൽ ചെയർമാനാണ് ഇത് ഒപ്പിട്ട് നമുക്ക് തിരിച്ച് സർട്ടിഫിക്കറ്റായിട്ട് തരേണ്ടത്. അപ്പം അവിടെയാണ് കാലതാമസം വന്നിരിക്കുന്നത്. അവർ സിനിമ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതുകൊണ്ടാണ് റിവേഴ്സ് കമ്മിറ്റിക്ക് പോയിരിക്കുന്നതും. നാളെ ഇപ്പോൾ റിവേഴ്സ് കമ്മിറ്റി സിനിമ കാണുകയാണ് മുംബൈയിൽ. അപ്പം അവിടെ നിന്ന് അനുകൂലമായിട്ടൊരു വിധി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഇപ്പോൾ കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി വരികയാണെങ്കിൽ എത്രത്തോളം ശ്രമകരമാണ് ഇനി സിനിമയുടെ പേരും സംഭാഷണങ്ങളും മാറ്റി പുറത്തിറക്കുക എന്നുള്ളത്? ഭീകരമായ അവസ്ഥയാണ്. കാരണം അത് ഒരിക്കൽ എല്ലാവിധ വർക്കുകളും കഴിഞ്ഞ് സെൻസറിങ്ങിന് സബ്മിറ്റ് ചെയ്തൊരു സിനിമയാണ്. അതിനകത്ത് ഏകദേശം 96 സ്ഥലങ്ങളിൽ ഞാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആൾക്കാർ പറയുന്നുണ്ട്, എഴുതി കാണിക്കുന്നുണ്ട്, ന്യൂസായിട്ട് വരുന്നുണ്ട്. അപ്പം ഇവിടങ്ങളിലെല്ലാം അത് മാറ്റുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രമകരമായ ഒരു സംഭവം, ഒരു കാര്യമാണ്. അത് എല്ലാവരുടെയും കൂടെ എഫേർട്ടുള്ളതാണ്. ഇത്രയും ഒരു വലിയൊരു പ്രോസസ്സാണ്. അതൊരു സിനിമ എടുക്കുന്നത് പോലെ തന്നെ ഒരു പ്രോസസ്സാണ്. അത് എളുപ്പമാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടും. അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. ബിനിൽ, ഇന്ന് കോടതി എന്തായാലും ഈ വിഷയം പരിഗണിക്കുകയാണ്. അപ്പോൾ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് സംവിധായകനും പ്രതീക്ഷിക്കുന്നത്. കേന്ദ്രമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ഇടപെടാവുന്ന രീതിയിലൊക്കെയാണ് ഇടപെടുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഇടപെടുന്നതിൽ പരിമിതികൾ ഉണ്ട് എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരും മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആ സംവിധായകന്റെ വാക്കുകളിൽ നിസ്സഹായത വ്യക്തമാകുന്നുണ്ട്. സൈഫിനിസ, ഒരു കാരണമില്ലാത്ത കാരണം എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. ജാനകി എന്ന പേര് അവിടെ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? അത് സീതാദേവിയുടെ മറ്റൊരു പേരാണല്ലോ എന്നെല്ലാം പറയുന്നത് ഇന്ത്യയിലാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല സൈഫുനിസ, ഇന്ന് അടിയന്തരാവസ്ഥയുടെ 50ാമത്തെ വർഷമാണല്ലോ. 5 ആണ്ട് പിന്നിട്ടിരിക്കുകയാണല്ലോ അടിയന്തരാവസ്ഥ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ സെൻസറിങ്, ഒരു കാരണവുമില്ലാത്ത സെൻസറിങ് ഒക്കെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം പലയിടത്തും ഉണ്ടാകുന്നു, ഇപ്പോഴും ഉണ്ടാകുന്നു എന്ന് പല പ്രേക്ഷകരും ചൂണ്ടിക്കാട്ടുന്നതിന് ശരിവെക്കുകയാണോ എന്ന് ആത്മാർത്ഥമായി സ്വയം ചോദിക്കേണ്ടത് ഈ അധികാരികൾ തന്നെയാണ്. ഈ സെൻസർ ബോർഡ് ഫിലിം സർട്ടിഫിക്കേഷനിലുള്ള അംഗങ്ങൾ തന്നെയാണ് സ്വയം ചോദിക്കേണ്ടതും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്.